ഗുഡ് മോർണിംഗ് ഓൾ. +2 മാത്തമാറ്റിക്സിലെ 7th ചാപ്റ്റർ ഇൻ്റഗ്രൽസ് അതിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിഷനും ഇൻ്റഗ്രേഷൻ ഈസ് ദി ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് 22 സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും അവ വെച്ചുള്ള പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ 22 റിസൾട്ടുകൾ നിങ്ങൾ മനോഹരമായി ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാ ഫംഗ്ഷനുകളും ആ റിസൾട്ടുകൾ വെച്ച് മാത്രം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഉദാഹരണത്തിന് ശ്രദ്ധിക്കൂ, ഒരു ഫംഗ്ഷൻ 2x ഇൻറ്റു സൈൻ ഓഫ് x² + 1 dx, ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഇൻ്റഗ്രൽ 2x ഇൻറ്റു സൈൻ ഓഫ് x² + 1 dx കണ്ടുപിടിക്കണം. ആ 22 റിസൾട്ടുകൾ കൊണ്ട് മാത്രം ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നോക്കൂ, നിങ്ങൾ ഈ ഫംഗ്ഷന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. 2x ഇൻറ്റു സൈൻ ഓഫ് x² + 1 dx എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ? ചില കുട്ടികളൊക്കെ പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാണാത്തവരും ഞാൻ ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എഴുതിയാൽ അവർക്ക് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാവും. നോക്കൂ, ഞാൻ അതിനൊന്ന് മാറ്റി എഴുതി. ഇൻ്റഗ്രൽ സൈൻ ഓഫ് x² + 1 ഇൻറ്റു 2x dx. ലെഫ്റ്റ് സൈഡിൽ എഴുതിയത് തന്നെയാണ് റൈറ്റ് സൈഡിൽ എഴുതിയതും, ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ചില ടേമിനൊക്കെ കളറും കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിക്കൂ, എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ? ഉണ്ട്. എന്താണ്? റെഡ് കളറിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ബ്ലൂ കളറിലുള്ള ഫംഗ്ഷൻ അല്ലേ? x² + 1ൻ്റെ ഡെറിവേറ്റീവാണ് 2x. x² + 1ൻ്റെ ഡെറിവേറ്റീവ് 2x ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണിത്. അതാണ് ഇത്തരം ഫംഗ്ഷനുകളുടെ പ്രത്യേകത. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, ഇത്തരം ഇൻ്റഗ്രൻസിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? x² + 1ന് പുതിയൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u എന്ന് കൊടുക്കാം, t എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ t എന്ന് കൊടുക്കുന്നു. x² + 1ന് ഞാൻ t എന്ന് കൊടുത്തു. അന്നേരം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x അല്ലേ കിട്ടുക. അപ്പോൾ 2x dx ഈക്വൽ എന്ത് കിട്ടും? dt എന്ന് കിട്ടും. 2x dx ഈക്വൽ ടു dt. ഓക്കെ, 2x dx ഈക്വൽ ടു dt എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് അപ്രോക്സിമേഷൻ ബൈ ഡിഫറൻഷ്യൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷനിൽ. അവിടെ നിങ്ങൾ പഠിച്ച റിസൾട്ട് ഉണ്ട്. എന്താ? y ഈക്വൽ ടു f(x) ആണെങ്കിൽ, ശ്രദ്ധിക്കണേ, y ഈക്വൽ ടു f(x) ആണെങ്കിൽ dy ഈക്വൽ ടു f'(x) dx. കേട്ടിട്ടില്ലേ? y ഈക്വൽ ടു f(x) ആണെങ്കിൽ dy ഈക്വൽ ടു f'(x) dx. അത് തന്നെയല്ലേ ഇത്? y ഈക്വൽ ടു f(x) ഈക്വൽ ടു y, dy ഈക്വൽ ടു f'(x) dx. അങ്ങനെ ഓർത്താലും മതി. ഇനി അതൊന്നും ഓർത്തില്ലെങ്കിലും ദാ x² + 1ൻ്റെ ഡെറിവേറ്റീവ് 2x കൂടെ ഒരു dx കൂടി എഴുതാം. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ടിയുടെ ഡിഫറൻഷ്യലായിട്ട് dt-യും എഴുതാം. 2x dx ഈക്വൽ ടു dt. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇൻ്റഗ്രൽ സൈൻ ഓഫ് x² + 1 2x dx കണ്ടുപിടിക്കേണ്ടത്. അതിൽ സൈൻ x² + 1ന് നമുക്ക് t എന്ന് കൊടുക്കാം, 2x dxന് നമുക്ക് dt എന്ന് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ഈ വേരിയബിൾ മൊത്തത്തിൽ എന്തായിട്ട് മാറി? ടിയിലേക്ക് മാറി. സൈൻ ടി dt എന്നായിട്ട് മാറി. ഓക്കെ, ഇൻ്റഗ്രൽ സൈൻ ടി dt. ഇൻ്റഗ്രൽ സൈൻ ടി dt നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുള്ള 22 റിസൾട്ടിൽപ്പെട്ട ഒരാളല്ലേ? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്തായിരുന്നു? -cos x. അപ്പോൾ ഇവിടെ എന്ത് വരും? -cos t + c. ഇനി ടി ചോദ്യത്തിലുണ്ടോ? ഇല്ലല്ലോ. ടി നമ്മൾ സൗകര്യത്തിന് വേണ്ടി കൊടുത്തതാണല്ലേ. അപ്പോൾ ടിയെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ആരാ ടി? s² + 1 -cos ഓഫ് s² + 1 + c. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം ഇൻ്റഗ്രേഷനാണ്, വളരെ രസകരമായിട്ടുള്ള ഇൻ്റഗ്രേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്? s² + 1 എന്നുള്ള ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ടി കൊണ്ട് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്.
ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻ്റ് മെത്തേഡ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും സിമ്പിളായിട്ടുള്ളതും രസകരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷനെയും അതിൻ്റെ ഡെറിവേറ്റീവിനെയും കണ്ടുപിടിക്കാൻ കഴിയണം. സാധാരണ ഫംഗ്ഷൻ അകത്തുള്ള ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ടി എന്ന് കൊടുക്കേണ്ടത്, അതിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും പുറത്തുണ്ടാവുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കൂടുതൽ വ്യക്തമാവും. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട, നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. ഓക്കെ, ഹെഡിങ് എഴുതിക്കോളൂ, മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഹെഡിങ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള വ്യത്യസ്ത മെത്തേഡുകൾ. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയുള്ള ഫംഗ്ഷനുകളാണ് ഉണ്ടാവുക? ഇതേപോലുള്ള ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് ഡി എക്സ്. ഞാൻ സൗകര്യത്തിന് വേണ്ടി കളർ കൊടുത്തു എന്നേ ഉള്ളൂ, നിങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എഫ് ഓഫ് ജി ഓഫ് എക്സ് കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ അകത്തൊരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടാവും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫംഗ്ഷൻ അകത്തൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജി ഓഫ് എക്സിന് ടി എന്ന് കൊടുക്കണം. ജി ഓഫ് എക്സ് ഈക്വൽ ടു ടി. അന്നേരം അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ് ഡി എക്സ് എന്ത് വരും? പുറത്ത് വരും. അതിന് ഡി ടി എന്ന് കൊടുത്തു. എത്ര സിമ്പിളായി ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് ആലോചിച്ച് നോക്കൂ. ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇതാരാ? ടി. ജി ഡാഷ് എക്സ് ഡി എക്സ് എന്താ? ഡി ടി അല്ലേ? അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി ആയി. ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി വൈ ഡി എക്സ്, ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ, ഇതൊക്കെ ഒന്ന് തന്നെ, വേരിയബിൾ മാത്രമല്ലേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിന് നമുക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വൃത്തിയായിട്ടൊന്ന് എഴുതി വെക്കുക. ഈ മെത്തേഡിൻ്റെ പേരാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. 15 ചോദ്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാം. ഓക്കെ, 15 ചോദ്യങ്ങൾ നിങ്ങളും ചെയ്യും. അതിൻ്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 22 റിസൾട്ടുകളൊന്ന് കാണാം. വിശദീകരിക്കുന്നൊന്നുമില്ല, നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കണം. ഇത് പഠിക്കാതെ ഇൻ്റഗ്രേഷൻ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് അസാധ്യമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇന്നലെ പഠിപ്പിച്ചിട്ടുള്ള 22 റിസൾട്ടുകളായത് അല്ലേ? 16, 22 റിസൾട്ടുകൾ. ഇത് കൃത്യമായിട്ട് നമുക്കറിയണം, എങ്കിലേ ഇന്നത്തെ പ്രോബ്ലംസും ചെയ്യാൻ പറ്റൂ. 22ൻ്റെ കൂടെ ചില റിസൾട്ടുകൾ നമ്മൾ എഴുതി ചേർക്കാനും പോകുന്നുണ്ട്. പുതിയ കുറച്ച് റിസൾട്ടുകൾ ഇന്ന് നമ്മൾ പഠിക്കാനും പോകുന്നുണ്ട്. ഓക്കെ, ശരി, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാമല്ലേ? 15 ചോദ്യങ്ങളാണ് ഞാൻ ചെയ്യുക. 16 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ. 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്ക് തരും. എന്തിനാ 15 ചോദ്യങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത്? 2-3 ഒക്കെ തന്നാൽ പോരാ. ഇൻ്റഗ്രേഷൻ പഠിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക തന്നെ വേണം. ഓക്കെ, സ്വന്തമായിട്ട് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ്റെ ബേസിക് ഡെഫിനിഷനും 22 റിസൾട്ടുകളും അതേപോലെ ഡെറിവേറ്റീവിനെ കുറിച്ച് സാമാന്യ ബോധവും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സ്വന്തമായിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാകണമെന്നില്ല. സെൽഫ് പ്രാക്ടീസ് അത്യാവശ്യമാണ്. സ്വയം ചെയ്തു നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കൽ അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്യുന്ന പ്രോബ്ലങ്ങളുടെ അത്രയും എണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ നൽകുന്നത്. അത് ചെയ്ത് പരിശീലിക്കുക തന്നെ വേണം. എങ്കിലേ ഇൻ്റഗ്രേഷൻ നിങ്ങളെ വരുതിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 16, 17, 18 3 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. വളരെ സിമ്പിളാ. 16 ഇപ്പം നമ്മൾ ചെയ്ത ചോദ്യമല്ലേ? 16 നമ്മൾ ചെയ്ത അതേ ചോദ്യം അല്ലേ? നമ്മൾ തുടക്കത്തിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച ചോദ്യമാണിത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാലോ. എന്താ ചെയ്യേണ്ടത്? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു ഞാൻ. ഓക്കെ, ഞാൻ കളർ കൊടുത്ത പോലെ നിങ്ങൾ കളർ കൊടുക്കണമെന്നില്ല. എക്സാമിന് എന്തായാലും കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ എന്തിനാ ഇവിടെ കൊടുത്തത്? ആദ്യത്തെ 2-3 പ്രോബ്ലത്തിനൊക്കെ ഞാൻ കൊടുത്തത് എന്തിനാ? നിങ്ങൾക്ക് ആരെയാണ് ടി എന്ന് പെട്ടെന്ന് മനസ്സിലാകുക എന്നറിയാൻ വേണ്ടിയാണ്. ഇനി കളർ എവിടെ നമ്മൾ കൊടുക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അകത്തുള്ള ഏറ്റവും നമ്മൾ ആദ്യം ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ, ഇപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മാത്രമല്ലേ അറിയൂ. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്
22 റിസൾട്ടിൽ പെട്ട റിസൾട്ട് ആണോ എന്ന് നോക്കുക. അല്ല എങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്കാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അകത്തുള്ള ഫംഗ്ഷൻ, ബ്രാക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനകത്ത് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടിനകത്ത് അല്ലെങ്കിൽ പവറിൽ ഒരു ഫംഗ്ഷൻ്റെ പവറിനകത്ത് അപ്പോൾ ഈ അകത്തുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതായത് നമ്മുടെ കണ്ണ് ആദ്യം പോകേണ്ടത് അകത്തേക്കാണ്. ഓക്കെ, അകത്തേക്ക് ഉള്ള ഫംഗ്ഷനെ നോക്കിയിട്ട് കൂടെ തന്നെ പുറത്തേക്കും ഒരു കണ്ണ് വേണം. എന്തിനാ? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടോ നോക്കാം. ഡെറിവേറ്റീവ് പുറത്തുണ്ടോ? അത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട. അകത്തുള്ള ഫംഗ്ഷന് നമ്മൾ എന്ത് കൊടുക്കുക? ടി എന്ന് കൊടുക്കുക. അപ്പോൾ 2x dx dt എന്നാകും. അപ്പോൾ ഇത് ടി ആയി, ഇത് ഡി ടി ആയി. മൊത്തം ഫംഗ്ഷൻ എങ്ങോട്ട് മാറി? എക്സിൽ നിന്ന് ടിയിലേക്ക് മാറി അല്ലേ? സൈൻ ടി ഡി ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ടി പ്ലസ് സി. ടി ആരായിരുന്നു? എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. വെരി വെരി സിമ്പിൾ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 വൃത്തിയായിട്ട് എഴുതിയിരിക്കണേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏറ്റവും മനോഹരമായ നോട്ട്ബുക്ക് ആരുടേതായിരിക്കണം? ഇൻ്റഗ്രേഷൻ്റേതായിരിക്കണം. ഓക്കെ, നല്ല വൃത്തിയിൽ എഴുതിയെടുക്കണം. ശരി, 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 2x + 1 × സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 dx. ഇതാണ് ചോദ്യം. ചോദ്യം എല്ലാവരും കണ്ടല്ലോ. ശരി, നിങ്ങൾ പറ, ആർക്കാണ് ടി കൊടുക്കുക? നിങ്ങൾ എങ്ങോട്ടാണ് നോക്കിയത്? അകത്തേക്ക് നോക്കി. ഏതാ അകത്തുള്ള ഫംഗ്ഷൻ? ഇത് പുറത്തല്ലേ? അകത്തുള്ള ഫംഗ്ഷൻ റൂട്ടിനകത്ത്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൂട്ടിനകത്തുള്ള ഫംഗ്ഷൻ നിങ്ങൾ നോക്കി. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണതെന്ന് കണ്ടു നിങ്ങൾ അല്ലേ? ആ ഫംഗ്ഷന് നിങ്ങൾ എന്ത് ചെയ്തു? ആ ഫംഗ്ഷന് ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ ഒരു സ്റ്റെപ്പ് എഴുതാൻ നിർബന്ധമില്ല. ആർക്ക് ടി കൊടുക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, എസ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഞാൻ ടി കൊടുത്താൽ 2x + 1 dx dt ആവില്ലേ? ആകും. എങ്കിൽ ആൻസർ കിട്ടിയില്ലേ? യെസ്, എസ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ടി കൊടുത്തു. 2x + 1ന്റെ ഡെറിവേറ്റീവ് 0 ആണേ. dx = dt. അപ്പോൾ ഈ ചോദ്യം എന്തായി മാറി? ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി ടി എന്നായി മാറി. ഇൻ്റഗ്രൽ റൂട്ട് ടി. ഓക്കെ, 2x + 1 dx dt. ആരാ ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് 2/3x⁴/2 + c? അറിയാതെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് അത് t⁻² അല്ലേ? അപ്പോൾ t⁻² + 1/1/2 + 1 അല്ലേ? അപ്പോൾ 1/2 + 1 3/2 അല്ലേ? 3/2 തിരിച്ചിട്ടാൽ 2/3 അല്ലേ? ഇങ്ങനെ ഒന്നും ആലോചിച്ചല്ല അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. പിന്നെയോ ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് = 2/3x⁴/2 എന്ന് മനസ്സിലങ്ങ് വരണം. അത് വെച്ച് നമുക്കിത് പറയാം. എന്ത് പറയാം? പറ. 2/3 t⁻³ + c. ടി ചോദ്യത്തിലുണ്ടോ? ചോദ്യകർത്താവിന് ടി എന്താണെന്ന് അറിയോ? ടി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കൊടുത്തതാ. നമ്മൾ ടിയെ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആൻസർ പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് ടിക്ക് പകരം എന്ത് കൊടുക്കുന്നു? x² + x + 1 എന്ന് കൊടുക്കുന്നു. വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈസി അല്ലേ ഇൻ്റഗ്രേഷൻ? ഓരോ പ്രോബ്ലവും ചെയ്യുമ്പോൾ നമ്മൾ പറയണം ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമാണ് എന്ന്. ഓക്കെ, മനസ്സുകൊണ്ട് പറയണം. നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. അത് മനസ്സുകൊണ്ട് പറയണം. മനസ്സുകൊണ്ട് പറയണമെങ്കിൽ നിങ്ങൾക്കിത് സ്വന്തമായിട്ട് മനസ്സിലാവുകയും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യണം. ഓക്കെ, 18ാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ log x ² x dx. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും ആരാണ് അകത്തുള്ള ഫംഗ്ഷൻ? ഒരു സംശയമില്ല, log x. പിന്നെന്താ നോക്കേണ്ടത്? പുറത്തേക്ക് നോക്കണം. ആരാ പുറത്ത്? 1/x. log xന്റെ ഡെറിവേറ്റീവ് അല്ലേ 1/x? പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള log xന് ടി എന്ന് കൊടുക്കുമ്പോൾ 1/x dx എന്തായിട്ട് മാറും? ഡി ടി ആയിട്ട് മാറും. ഓക്കെ, സിമ്പിൾ. ഇൻ്റഗ്രൽ ഒന്ന് പറയൂ ബാക്കി. ഇൻ്റഗ്രൽ t² 1/x dx dt. അപ്പോൾ ഇൻ്റഗ്രൽ t² dt എന്നായി മാറി അല്ലേ? ഇത് നമുക്ക് ഈസിലി ഇൻ്റഗ്രബിൾ അല്ലേ? 22 റിസൾട്ടിൽ പെട്ട റിസൾട്ട് അല്ലേ? യെസ്, t³ + c അല്ലേ? ടി ചോദ്യത്തിലില്ലല്ലോ. അപ്പോൾ log x ³ 3 + c. പ്രയാസമാണ് ഇൻ്റഗ്രേഷൻ എന്ന് ആരെങ്കിലും പറയോ? ഓരോ പ്രോബ്ലം കഴിയുമ്പോഴും ഇൻ്റഗ്രേഷൻ എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് കഴിഞ്ഞ് ചെയ്യുന്ന 15 ചോദ്യങ്ങളുണ്ടല്ലോ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, log x ³ / 3 + c എന്ന് കിട്ടി. ശരി, ഇനി നമുക്ക് അടുത്ത 3 ചോദ്യങ്ങൾ കാണാം. എല്ലാവരും വൃത്തിയായിട്ട് എഴുതിയെടുത്തല്ലോ. ശരി, 19, 20, 21 ചോദ്യങ്ങൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടോളൂ. എല്ലാവരും ശ്രദ്ധിക്കും. ആരാണ് അകത്തുള്ള ഫംഗ്ഷൻ? 2x² + 1. 2x² + 1ന്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടോ എന്ന് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആരാ 2x² + 1ന്റെ ഡെറിവേറ്റീവ്? 4x എന്നവരെ, 4x dx എന്നവരെ അല്ലേ? ഡെറിവേറ്റീവ് നന്നായിട്ട് പഠിക്കണം, എങ്കിലേ ഇൻ്റഗ്രേഷൻ പഠിക്കാൻ പറ്റൂ എന്ന് ഡിഫറൻസിയേഷനിൽ പറഞ്ഞിട്ടുണ്ട്. 4x dx പുറത്തില്ലല്ലോ, x dx അല്ലേ ഉള്ളൂ.
അത് മതി. കോൺസ്റ്റൻ്റ് ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സ് ഡി എക്സ് ഉണ്ടായാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ ഇങ്ങനെ മാറ്റി എഴുതി. ഈ കളറിൽ ചെറിയ വ്യത്യാസം, ഇവിടെ ബ്ലൂ കളറൊക്കെ കൊടുക്കുന്നത് ഞാൻ നിർത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ റെഡ് കളർ കൊടുക്കുന്നതും നിർത്തും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ് ഡി എക്സിന് നമുക്കെന്ത് 2a²+1 ഇതാണല്ലോ അകത്തുള്ള ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് 4x dx ആണ്. അതിന് എക്സ് ഡി എക്സ് ഇവിടെ ഉണ്ട്, അത് മതി. എന്താ കാരണമെന്നറിയോ? നോക്കൂ നിങ്ങൾ, 2a²+1 t എന്ന് കൊടുത്താൽ 2a²+1 t കൊടുത്താൽ 4x dx dt ആവും. നമുക്ക് ആരെ ആവശ്യം? എക്സ് ഡി എക്സ് അല്ലേ? ആ എക്സ് ഡി എക്സ് ഇവിടെ നിന്ന് കിട്ടുമല്ലോ. എക്സ് ഡി എക്സ് = 1/4 dt. ഓക്കെ, എക്സ് ഡി എക്സ് = 1/4 dt കിട്ടിയില്ലേ? അപ്പം ആ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയാൽ =ഇന്റഗ്രൽ √t ആരാ എക്സ് ഡി എക്സ് 1/4 dt. ഇന്റഗ്രൽ √t 1/4 dt. 1/4 കോൺസ്റ്റന്റ് അല്ലേ, പുറത്തെഴുതാം. 1/4 ഇന്റഗ്രൽ √t dt എന്നായി. 1/4 കോൺസ്റ്റന്റ് ആണ്, അതിന് പുറത്തെഴുതി. ഇന്റഗ്രൽ √t dt. ഇന്റഗ്രൽ √x dx ബൈ ഹാർട്ട് ചെയ്തതല്ലേ? ഒന്ന് പറ. 2/3 t⁻²3/2 + c. അപ്പോൾ 1/4 × 2/3 t⁻²3/2 + c. ആവേശത്തോടു കൂടി പറയണം. ഓക്കെ, ഒരു റിസ്ക് എടുത്തിട്ട് പറയരുത്, സന്തോഷപൂർവ്വം പറയണം. 2ഉം 4ഉം ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഇവിടെ 2 എന്ന് വന്നു. അപ്പോൾ എന്ത് വരും? 1/3 t ആരാ t 2x² + 1 3/2. അതാണ് ആൻസർ വരിക. 1/6 2a² + 1 3/2 + c. ഈസി അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പുറത്ത് വേണം. അതിൽ കോൺസ്റ്റന്റിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതേപോലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ പോസിബിൾ ആണ്. ഓക്കെ, ഇനി 20ാമത്തെ ചോദ്യം. അത് സിമ്പിൾ അല്ലേ? 20ാമത്തെ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ. ഇന്റഗ്രൽ e⁻tan x/1 + s² dx. ആർക്കാ നിങ്ങൾ ടി കൊടുത്തത്? ആർക്ക് കൊടുത്തു ടി? ആർക്കാ നമ്മുടെ കളർ കൊടുക്കുക? റെഡ് കളർ ആർക്ക് കൊടുക്കും? പറഞ്ഞു നിങ്ങൾ അല്ലേ? ഇങ്ങനെയാണോ പറഞ്ഞത്? tan ഇൻവേഴ്സ് x ന് t എന്ന് കൊടുക്കും. അപ്പോൾ tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് ആണ് 1/1 + s² dx. അത് dt ആയിട്ട് മാറും. അപ്പോൾ എന്തായി മാറി നോക്കൂ? tan ഇൻവേഴ്സ് x ന് t കൊടുത്തു, 1/1 + s² dx ആരായി മാറി? dt ആയി മാറി. അപ്പോൾ ഈ ചോദ്യം ഇന്റഗ്രൽ e⁻t dt എന്നായില്ലേ? e⁻t 1/1 + s² dx dt. അപ്പോൾ ഇന്റഗ്രൽ e⁻t dt. ഇന്റഗ്രൽ e⁻x dx 22 റിസൾട്ടിൽപ്പെട്ട ഒരു റിസൾട്ട് അല്ലേ? അതെ. ആരാ ഇന്റഗ്രൽ e⁻x? e⁻xനെ ഇന്റഗ്രേറ്റ് ചെയ്താലും ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഒന്നും ഒരു മാറ്റവും വരാത്ത ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ e⁻xന്റെ ഇന്റഗ്രൽ എന്താ? e⁻x തന്നെ. അപ്പോൾ e⁻t + c. t ആരാ? tan ഇൻവേഴ്സ് x. ഫിനിഷ്ഡ്. e⁻tan ഇൻവേഴ്സ് x + c. 20ാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ അതിപ്രധാനമായൊരു ചോദ്യമാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ ആർക്കാണ് ടി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. ഓക്കെ, നമ്മൾ കരുതും log x കൊടുത്താൽ മതി എന്ന്. log x കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം? 1/x dx കൂടെ വേണം. 1/x dx സ്വതന്ത്രമായിട്ട് കൂടെ ഉണ്ടോ? ഇല്ല. x log x കൊടുത്തിട്ടും പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയോ? ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഡയറക്റ്റ് ആയിരുന്നു. ഇനി ആ ചോദ്യങ്ങളുടെ ഘടന അല്പസ്വല്പം മാറാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഡിനോമിനേറ്റർ നോക്കൂ. x + x log x ആണ്. x + x log x ആണ്. ഡിനോമിനേറ്ററിൽ 2 ടേമിലും x ഉണ്ട്. എക്സിന് അങ്ങ് പുറത്തെടുത്തൂടെ നമുക്ക്? x × 1 + log x എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 1/x × 1 + log x. ഇനി ടി കൊടുക്കേണ്ടത് ആരെയാണെന്ന് ഞാൻ പറയേണ്ട, കളർ പറയുന്നുണ്ടല്ലേ? അപ്പോൾ ആ എക്സിനെ പുറത്തെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, 1 + log x ന് ടി കൊടുത്താൽ എന്താ 1 + log x ന്റെ ഡെറിവേറ്റീവ്? 1ന്റെ ഡെറിവേറ്റീവ് 0, 1 log x ന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ 1/x dx = dt എന്ന് കിട്ടും. ഓക്കെ, 1/x dx = dt. അപ്പോൾ ഇവിടെ എക്സിനെ പുറത്തെടുക്കണം. നല്ലോണം ശ്രദ്ധിക്കണം. എക്സിനെ പുറത്തെടുക്കണം. രണ്ട് ടേമിലും എക്സ് ഉണ്ട്. അപ്പോൾ എക്സിനെ പുറത്തെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഇതേപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1/x dx = dt എന്ന് വന്നു. അപ്പോൾ ഇന്റഗ്രൽ 1/t പിന്നെ 1/x dx dt അല്ലേ? ഇന്റഗ്രൽ 1/t dt. ആരാ ഇന്റഗ്രൽ 1/x dx? log mod x. ഏത് അർദ്ധരാത്രിയിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. ഓക്കെ, log mod x + c. അപ്പോൾ log mod t + c. ആരാ t? 1 + log x. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാ, പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. log mod 1 + log x + c. ഓക്കെ, അപ്പോൾ എക്സിനെ പുറത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഇനി 23ാമത്തെ ചോദ്യം. 21 ചെയ്തല്ലേ? 22ാമത്തെ ക്വസ്റ്റ്യൻ. 22, 23, 24 ഒരേ ചോദ്യങ്ങളാ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നോക്കൂ, 22ലേക്ക് നമുക്ക് പോകാം. ഇന്റഗ്രൽ √2x + 3 dx. അകത്തുള്ള ഫംഗ്ഷൻ 2x + 3 ആണ്, ആർക്കും സംശയമില്ലല്ലോ.
അതിന് ടി എന്ന് കൊടുത്താൽ 2dx ഈക്വൽ ടു ഡി ടി, അതിൽ നമുക്ക് ഡി എക്സ് കിട്ടുമല്ലോ. അപ്പോൾ അതും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് ടി എന്ന് കൊടുത്താൽ ഡി എക്സ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. 2dx ഈക്വൽ ടു 2x പ്ലസ് 3ക്ക് ടി കൊടുത്തു. 2dx ഈക്വൽ ടു ഡി ടി. നമുക്കിവിടെ ഡി എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഡി എക്സ് എന്ത് വരും? ഹാഫ് ഡി ടി. ഡി എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഡി ടി. ഡി എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഡി ടി. അപ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി എക്സിന് പകരം ഹാഫ് ഡി ടി. ഓക്കെ, ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി എക്സിന് പകരം എന്ത് കൊടുത്തു? ഹാഫ് ഡി ടി. ഹാഫ് കോൺസ്റ്റന്റ് അല്ലേ, പുറത്തെടുത്തു. ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി ടി. ആരാ ഇൻ്റഗ്രൽ റൂട്ട് ടി? എത്ര തവണയാ വന്നത്? 2/3 ടി റൈസ് ടു 3/2 പ്ലസ് സി. 1/2 ഇൻറ്റു 2/3 ടി റൈസ് ടു 3/2 പ്ലസ് സി. 2 ക്യാൻസൽ ചെയ്തു. 1/3 ടി ആരാ? ടി 2x പ്ലസ് 3. അപ്പോൾ 1/3 2x പ്ലസ് 3 റൈസ് ടു 3/2 പ്ലസ് സി. ഇതാണ് ആൻസർ. ഓക്കെ, ഈ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ പറയാം, ഡയറക്റ്റ് ആയിട്ട് പറയാം. അതിനുള്ള മാർഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള മാർഗം, ഇത് റൂട്ട് എക്സ് ആണെങ്കിൽ എന്താ ഇൻ്റഗ്രൽ വരിക? 2/3 x റൈസ് ടു 3/2 എന്നല്ലേ? 2/3 x റൈസ് ടു 3/2. ആ എക്സിന് പകരം 2x പ്ലസ് 3 എന്ന് കൊടുക്കുക. പിന്നെ എക്സിന്റെ കോഷ്യന്റ് 2 അല്ലേ, അത് സ്റ്റാർട്ടിങ്ങിൽ എഴുതുക 1/a 1/2 എന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് എഴുതി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് നോക്കാതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കാതെ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ. 1/x ആണെങ്കിൽ എന്താ ആൻസർ? ലോഗ് മോഡ് എക്സ്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? ലോഗ് മോഡ് 1 + 7x. പിന്നെ എക്സിന്റെ കോയിഫിഷ്യന്റ് 7 അല്ലേ, അതിനെ താഴെ എഴുതിയാൽ മതി. ലോഗ് മോഡ് 1 + 7x/7 + c. അത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്തിട്ട് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1 + 7x ടി കൊടുത്തു, 7x + 1 ടി കൊടുത്തു, 7dx = dt കിട്ടി, dx = 1/7 dt കിട്ടി. കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ 1/t 1/7 dt. 1/7 പുറത്തെടുത്തു. 1/t ലോഗ് മോഡ് ടി. ടിക്ക് പകരം എന്ത് കൊടുത്തു? 1 + 7x കൊടുത്തു. നേരത്തെ പറഞ്ഞ ആൻസർ കിട്ടിയില്ലേ? ലോഗ് മോഡ് 1 + 7x/1/7. ഇതൊക്കെ ഒരേ മോഡലാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 24ാമത്തെ ചോദ്യം കണ്ടാൽ ആൻസർ പറയാം. വെരി ഈസിയാണ്. സീക്ക് സ്ക്വയർ അല്ലേ, 22 റിസൾട്ട് പെട്ട ഒരാളല്ലേ. സീക്ക് സ്ക്വയർ എക്സ്. ആരാ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ്? ടാൻ എക്സ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? സീക്ക് സ്ക്വയർ എക്സ് പോലെയാ. ഇവിടെ ശ്രദ്ധിക്കണം പ്രത്യേകം, ഇവിടെ ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം. എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ആണെങ്കിൽ ടാൻ എക്സ്. അപ്പോൾ ടാൻ 5x - 2. പിന്നെ എക്സിന്റെ കോയിഫിഷ്യന്റ് 5 അല്ലേ, /5 + c. അത് ആൻസർ കിട്ടുക. എങ്ങനെ ചെയ്യുക? 5x - 2ന് ടി കൊടുക്കുന്നു. 5dx = dt കിട്ടുന്നു. dx = 1/5 dt കിട്ടുന്നു. ആ മാറ്റങ്ങൾ ഇവിടെ കൊടുക്കുന്നു. അന്നേരം ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ടി × 1/5 dt. 1/5 സ്റ്റാർട്ടിങ്ങിൽ എഴുതുന്നു. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ടി ടാൻ ടി ആണ്. ടാൻ ടി 1/5 ടാൻ ടി + c. ആരാ ടി? 5x - 2 + c. ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാം അല്ലേ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഫംഗ്ഷനകത്തുള്ള ഫംഗ്ഷന് ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ, ഇതേപോലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ആ ലീനിയർ ഫംഗ്ഷന് പകരം നമ്മൾ എക്സ് എന്ന് കരുതിയാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ, 22 റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. അത് കൂടുതൽ സ്പഷ്ടമാകാൻ, കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇവിടെ എഴുതുന്നുണ്ട്. നോക്കൂ, ഒന്നാമത്തേത് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എസ് പ്ലസ് ബി. ആൻസർ നിങ്ങൾ പറ. 2/3 എസ് പ്ലസ് ബി റൈസ് ടു 3/2 /a. ഓക്കെ, എക്സ് ആണെങ്കിൽ എന്താണോ അത് എഴുതുക. പിന്നെ എക്സിന് പകരം എസ് പ്ലസ് ബി എഴുതുക. പിന്നെ നമ്മൾ ചെയിൻ റൂളൊക്കെ കൊടുക്കുമ്പം ഡിഫറൻസിയേഷൻ ഓർക്കുന്നില്ലേ? ഇൻറ്റു എ എന്നുണ്ടാവുക, ഇവിടെ /a എന്നുണ്ടാവുക. അതാണ് വ്യത്യാസം. ഓക്കെ, 2/3 x റൈസ് ടു 3/2 × 1/a. ആ എ നമ്മൾ എഴുതി. ഓക്കെ, ഇത് പറ. ഇൻ്റഗ്രൽ 1/x + b ലോഗ് മോഡ് x + b /a. 1/a ലോഗ് മോഡ് x + b. മനസ്സിലായോ? ശരി, മൂന്നാമത്തെ നിങ്ങൾ ആൻസർ സ്വയം പറയണം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ x + b. എന്താ ആൻസർ വരിക? എസ് പ്ലസ് ബിക്ക് പകരം 5x + 7 ഒക്കെ ആവാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ടാൻ x + b /a. സിമ്പിളാടോ. ഓക്കെ, നാലാമത്തത് ഇൻ്റഗ്രൽ x + b ഹോൾ റൈസ് ടു n dx. ആരാ x റൈസ് ടു n ൻ്റെ ഇൻ്റഗ്രൽ നോക്കിയാൽ മതി. x റൈസ് ടു n ൻ്റെ ഇൻ്റഗ്രൽ ആരാ? x റൈസ് ടു n + 1/n + 1 അല്ലേ. അപ്പോൾ x + b ഹോൾ റൈസ് ടു n + 1/n + 1 പിന്നെ ഒരു 1/a ഉണ്ടാവും. ഓക്കെ, ഇനി അഞ്ചാമത്തെ പറ. അഞ്ചാമത്തെ cos 3x dx. അതിൽ നിന്ന് എക്സാമ്പിളിലേക്ക് നമ്മൾ പതുക്കെ മാറാണ്. cos 3x dx എന്താ ഇൻ്റഗ്രൽ വരിക? cos 3x-ൻ്റെ ഇൻ്റഗ്രൽ എന്താ? cos x-ൻ്റെ ഇൻ്റഗ്രൽ എന്താ? sin x. അപ്പോൾ cos 3x sin 3x, പിന്നെ x-ൻ്റെ കോഷ്യൻ്റ് 3 അല്ലേ, അപ്പോൾ sin 3x/3. ഇതൊക്കെ പലപ്പോഴും നമുക്ക് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, sin 2x ആണെങ്കിലോ -cos 2x അല്ലേ, -cos x അല്ലേ sin x-ൻ്റെ ഇൻ്റഗ്രൽ. -cos 2x/2 + c. ഓക്കെ, ഒരു ചോദ്യം കൂടെ, ഒരു എക്സാമ്പിൾ കൂടെ. ഏഴാമത്തത് ഇൻ്റഗ്രൽ sec 5x tan 5x dx.
സീക്ക് എക്സ് ടാൻ എക്സിൻ്റെത് എന്താ സീക്ക് എക്സ്. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ സീക്ക് എക്സ് ആകുമ്പോൾ സീക്ക് 5x ടാൻ 5x സീക്ക് 5x. പിന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 5 അല്ലേ, സീക്ക് 5x/5 + c. പ്രയാസമുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാൻ? വളരെ എളുപ്പമല്ലേ? കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്റഗ്രൽ x × √(x+2) ഉം ഇന്റഗ്രൽ x/√(x+4) ഉം. രണ്ട് ചോദ്യങ്ങളും ഏകദേശം ഒരേപോലെയാണ് ചെയ്യുക. രണ്ടും ഒരേപോലെ ചെയ്യുന്ന ചോദ്യങ്ങളാണ്. നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 25. x × √(x+2) അകത്തുള്ള ഫംഗ്ഷൻ x+2 ആണ്. അതിന് t എന്ന് കൊടുത്താൽ dx dt ആവും. അപ്പോൾ ഇവിടെ t വരും, ഇവിടെ dt വരും. അപ്പോൾ x എന്താകും? x+2t അല്ലേ? നോക്കൂ നിങ്ങൾ, x+2t കൊടുത്തു, അപ്പോൾ dx dt ആയി. അപ്പോൾ ഇവിടെ ഒരു എക്സിനൊരു പ്രശ്നമുണ്ട്, എക്സും ടിയിലേക്ക് മാറണം. അത് സിമ്പിൾ അല്ലേ? എക്സ് ആരാ വരിക? t-2. x = t-2. ഓക്കെ, എക്സിന് t-2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെന്തായിട്ട് മാറി? നോക്കൂ നിങ്ങൾ, എക്സിന് t-2 ആയി, √t ആയി, dx dt ആയി. ആ മൊത്തം ടിയിലുള്ള ഫംഗ്ഷൻ ആയില്ലേ, t-2 √t dt. ഇനിയൊരു പ്രയാസമില്ല, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്. x-2 × √x dx എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ √t ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. √t t⁻² ആണ്. t⁻² t⁻3/2 -2 √t. ഓക്കെ, വെരി സിമ്പിൾ. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. t⁻3/2 + 1/3/2 + 1 -2 × 2/3 t⁻3/2. ഇനി ഞാൻ പറയേണ്ടതില്ല. ഓക്കെ, 3/2 + 1 5/2. ഇന്നലെ ഇതേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 5/2 ഇവിടെയും 5/2 വരും, അത് 2/5 ആയിട്ട് മാറും. 2/5 t⁻5/2 -4/3 × t⁻3/2. ഓക്കെ, ടിക്ക് പകരം x+2 എന്ന് കൊടുക്കുന്നു, ടിക്ക് പകരം x+2 എന്ന് കൊടുക്കുന്നു. ആൻസർ ഫിനിഷ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇത് ഇനി വേറെ ഒരു രീതിയിലും ചെയ്യാം, അത് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ശരി. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ. 26ാമത്തെ ക്വസ്റ്റ്യനും നേരത്തെ ചെയ്ത പോലെ x+4 t കൊടുത്ത് ചെയ്യാം. x+4 t കൊടുത്തിട്ട് x = t-4 വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കൂ. പക്ഷെ ഞാൻ ഒരു പുതിയ മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാതെ ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ? ഇവിടെ x+4 എന്നല്ലേ, അപ്പോൾ ഒരു 4 ആഡ് ചെയ്ത് 4 സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ x+5 ആണെങ്കിലോ 5 ആഡ് ചെയ്യും, 5 സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ x+3 ആണെങ്കിലോ 3 ആഡ് ചെയ്യും, 3 സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ x-3 ആണെങ്കിലോ -3 ആഡ് ചെയ്യും, -3 + 3 എന്ന് എഴുതും. ഓക്കെ, ഇവിടെ ഉള്ള പോലെ ഞാൻ മുകളിൽ എഴുതി x+4 -4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ വരൂലേ? ഇതുപോലെ ചെയ്യാം, ഈ പ്രോബ്ലം ചെയ്ത പോലെ ചെയ്യാം. പുതിയൊരു മെത്തേഡ് പറയാണ്. അപ്പം ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഇതും ചെയ്തു നോക്കാം, ഇതേ മെത്തേഡിൽ ഇത് ചെയ്തു നോക്കാം, ഒക്കെ ഒരു ആൻസറാണ് കിട്ടുക. നോക്കൂ, ഇത് x/√x അല്ലെങ്കിൽ a/√a എന്നുള്ള ഫോമിലല്ലേ? x+4/√x+4 a/√a. ആരാ a/√a? ഈ √a × √a/√a. അപ്പോൾ √a എന്നല്ലേ വരിക. അപ്പോൾ ഇവിടെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ √x+4 വരും മുകളിൽ, പിന്നെ -4/√x+4 വരും. ഓക്കെ, ഇന്റഗ്രൽ √x+4 -4/√x+4. ഇത് സിമ്പിൾ അല്ലേ? √xന്റെ ഇന്റഗ്രൽ എന്താ? 2/3x⁻³ അല്ലേ? ഇവിടെ എക്സിന്റെ ക്വസ്റ്റ്യൻ 1 ആണല്ലോ, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബൈ എ എഴുതാനുണ്ടാവില്ല, നേരത്തെ തൊട്ട് മുകളിൽ പറഞ്ഞു. അപ്പോൾ 2/3x+4⁻³ -4 × 1/√x-ന്റെ ഇന്റഗ്രൽ 2√x. അപ്പോൾ -4 × 2 × √x+4 + c എന്ന് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടി. വേണമെങ്കിൽ ഇത് 8 എന്ന് എഴുതിയാൽ ഭംഗിയുള്ള ആൻസറിലേക്ക് മാറി. ഓക്കെ, ഈ പ്രോബ്ലം ഇത് ഇങ്ങനെ ചെയ്യലാണ് എളുപ്പം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. വേണമെങ്കിൽ നിങ്ങൾ x+4 t കൊടുത്ത് ചെയ്യാം. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് x+2 -2 വെച്ച് ചെയ്യാം. പക്ഷേ ഇത് ചെയ്യാൻ എളുപ്പം ഞാൻ നേരത്തെ ചെയ്ത മെത്തേഡും ഇത് ചെയ്യാൻ എളുപ്പം ഞാൻ ഈ ചെയ്ത മെത്തേഡുമാണ്. എളുപ്പമുള്ള രൂപത്തിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ശരി. നമുക്കിനി 27, 28, 29, 30. ഓക്കെ, അതാരാണെന്നറിയോ? നമ്മൾ തുടക്കത്തിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചപ്പോൾ സൈനക്സിൻ്റെ കോസക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിച്ചു. അന്നേരം ടാനക്സിൻ്റെ കോട്ടക്സിൻ്റെ സീക്കക്സിൻ്റെ കൊസീക്കസിൻ്റെ ഇൻ്റഗ്രൽ പഠിച്ചില്ല. ആ ഒരു വിഷമം നിങ്ങളെ മനസ്സിലുണ്ട്, എനിക്കറിയാം അല്ലേ? ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ തന്നെ പഠിക്കാതെ വലിയ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ ആണല്ലോ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു വിഷമം നിങ്ങൾക്കുണ്ടായിരുന്നു. ആ വിഷമം തീർക്കാൻ പോവുക. ഓക്കെ, ടാനക്സിൻ്റെ കോട്ടക്സിൻ്റെ സീക്കക്സിൻ്റെ കൊസീക്കസിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് പറയാൻ പോവുക. അത് വളരെ ഈസിയാണ്. ഇതുവരെ നമുക്കത് പറയാൻ കഴിയില്ലായിരുന്നു. ഇനി മുതൽ നമുക്ക് അത് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ആരാണ് ടാനക്സ്? ടാനക്സ് ആരാ? sin(x/cos(x). കൊച്ചുനാളെ നമ്മൾ പഠിച്ചത് അല്ലേ? നോക്കൂ, അകത്തുള്ള ഫംഗ്ഷൻ കോസെക്സ്. അകത്തെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിന് താഴെയാണ് അകത്ത് എന്ന് പറയുക. കോസെക്സിന് ടി കൊടുത്താൽ പറ -sin(x dx) dt ആവും. ഇവിടെ ഉള്ള sin(x dx) അല്ലേ, അത് -dt ആവും. ഓക്കെ, അപ്പോൾ ഇത് ഇന്റഗ്രൽ -dt/t എന്നായി. -dt/t ആരാ? മൈനസിനെ പുറത്തെടുക്കാം. 1/tയുടെ ഇന്റഗ്രൽ ആരാ? log mod t -log mod t + c. ടിക്ക് പകരം കോസെക്സ് എന്ന് കൊടുക്കാം.
അല്ലേ? ഇനി മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി നോക്കൂ നിങ്ങൾ, ഇത് നിങ്ങൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ ഡിഫറൻസിയേഷനിൽ. ലോഗ് എം റൈസ് ടു എൻ സീക്കൽ ടു എന്താ? എൻ ലോഗ് എം. ലോഗ് എം റൈസ് ടു എൻ സീക്കൽ എൻ ലോഗ് എം. അപ്പോൾ എൻ ലോഗ് എമ്മിനെ ലോഗ് എം റൈസ് ടു എന്ന് എഴുതാലോ. അപ്പോൾ ഈ മൈനസ് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഇവിടെ -1 ഉണ്ടല്ലോ, ആ -1നെ കോസ് എക്സ് റൈസ് ടു -1 എന്ന് എഴുതാമല്ലോ. ലോഗിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതാമല്ലോ. ആരാ കോസ് എക്സ് റൈസ് ടു -1? 1 കോസ് എക്സ് അല്ലേ? ആരാ 1 കോസ് എക്സ്? സീക്ക് എക്സ് അല്ലേ? അപ്പോൾ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ ഇനി മുതൽ ഇന്റഗ്രൽ ടാൻ എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി എന്ന് ബൈഹാർട്ട് ചെയ്യുക കൂടി വേണം. നമ്മുടെ 22 റിസൾട്ടിൽ 23ാമത്തെ റിസൾട്ടായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. ഓക്കെ, എഴുതിയെടുത്തല്ലോ. ഇനി 28ാമത്തെ ചോദ്യം, ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ്. നല്ലോണം ശ്രദ്ധിക്കണേ. ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ്. ആരാ കോട്ട് എക്സ് ഡി എക്സ്? കോസ് എക്സ് ബൈ സൈൻ എക്സ്. സൈൻ എക്സിന് ടി കൊടുത്താൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇത് ഡി ടി ബൈ ടി എന്നാവും. ലോഗ് മോഡ് ടി പ്ലസ് സി, ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ബൈഹാർട്ട് ചെയ്യാനും എളുപ്പമാണ്, ഡിറൈവ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി കാണാതെ പഠിക്കണേ. ശരി, 29ാമത്തെ ചോദ്യം, ഇന്റഗ്രൽ സീക്കസ് ഡി എക്സ്. സീക്കക്സിന്റെ ഇന്റഗ്രൽ കാണുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് 1 കോസ് എക്സ് എഴുതി ആൻസർ കിട്ടൂല. പിന്നെന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റ് ഇവിടെ സീക്കക്സിനെ സീക്കക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സീക്കക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഒരു സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. അതാണ് അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഓക്കെ, സീക്കക്സിനെ സീക്കസ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സീക്കസ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സീക്കസ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്യാൻസൽ ചെയ്യുമ്പോൾ സീക്കസ് തന്നെ വരും. ഇനി നോക്കൂ നിങ്ങൾ, സീക്കസ് പ്ലസ് ടാൻ എക്സിന് ടി എന്ന് കൊടുത്താലേ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക്കസിന്റെ ഡെറിവേറ്റീവ് സീക്കസ് ടാൻ എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ഇതിന് ടി കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിലുള്ളത്? അതെ. അപ്പോൾ സീക്കസ് പ്ലസ് ടാൻ എക്സിന് ടി എന്ന് കൊടുത്താൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്കസ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, സീക്കസിന്റെ ഡെറിവേറ്റീവ് സീക്കസ് ടാൻ എക്സ്, ദെൻ ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് പറഞ്ഞാൽ ഇതിന് ടി എന്ന് കൊടുത്താൽ ഇത് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്കസ് ടാൻ എക്സ് ആണ്. ഇതിന് ടി കൊടുത്താൽ ഇത് അതിന്റെ ഡെറിവേറ്റീവാ അല്ലേ? അപ്പോൾ ഇന്റഗ്രൽ ഡി ടി ബൈ ടി ആയില്ലേ? അപ്പോൾ ലോഗ് മോഡ് ടി പ്ലസ് സി ആയില്ലേ? ടി ആരാ? സീക്കസ് പ്ലസ് ടി, സീക്കസ് പ്ലസ് ടാൻ എക്സ്. അപ്പോൾ ലോഗ് മോഡ് സീക്കസ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടി. മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഓർത്ത് വെക്കലേ ഇതിന് മാർഗമുള്ളൂ. സീക്കസ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇതെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ കൊസീക് എക്സ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക? നിങ്ങൾ പറ. കൊസീക് എക്സ് ആകുമ്പോൾ കൊസീക് എക്സുമായിട്ട് ഇതുപോലെ ബന്ധപ്പെട്ട് കൊസീക് എക്സ് കോട്ടെക്സ് നോക്കല്ലേ? അപ്പോൾ കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. പ്ലസ് അല്ല മൈനസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. കൊസീക് എക്സ് മൈനസ് കോട്ടെക്സിന് ടി എന്ന് കൊടുത്താൽ കൊസീക് മൈനസ് കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് കോട്ടെക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ വരിക. അപ്പോൾ ഇന്റഗ്രൽ ഡി ടി ഡിവൈഡ് ബൈ ടി എന്ന് ടി എന്ന് വരും. ഇന്റഗ്രൽ 1 ബൈ ടി ഡി ടി എന്ന് വരും. ലോഗ് മോഡ് ടി പ്ലസ് സി എന്ന് വരും. ടി ആരാ? കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ്. എന്താ ഇവിടെ ഓർക്കേണ്ടത്? കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം എന്ന് മാത്രമേ ഓർക്കാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2 പ്രോബ്ലത്തിൽ മാത്രം ഒരു കാര്യം ഓർക്കാനുണ്ടല്ലേ? സീക്കസിന്റെയും കൊസീക്കസിന്റെയും അത് ഓർത്ത് വെക്കുക. ഒന്ന് സീക്കസ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മറ്റൊന്ന് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഓർത്തിരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്താ? ഈ റിസൾട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്യണമല്ലോ. റിസൾട്ടിൽ തന്നെ ഉണ്ട് അത് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഈ 6 റിസൾട്ടുകൾ നിങ്ങൾ ഒരു സ്ഥലത്ത് നല്ല വൃത്തിയിൽ ഇതുപോലെ എഴുതി വെക്കുക, കാണാൻ പഠിക്കുക. സീക്കസ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഓർക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം റിസൾട്ടിൽ തന്നെ അതുണ്ട്. കൊസീകസ് മൈനസ് കോട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഓർക്കാനും ബുദ്ധിമുട്ടില്ല, അതും റിസൾട്ടിലുണ്ട്. അതുകൊണ്ട് ഈ 6 റിസൾട്ട് കാണാതെ പഠിക്കണം. അപ്പോൾ 22 റിസൾട്ടിനോട് കൂടെ 6 റിസൾട്ട് കൂട്ടി 28 റിസൾട്ടുകൾ ഇപ്പോൾ പഠിച്ചു. ഇനി അടുത്ത സെക്ഷൻ മുതൽ 22 എന്നുള്ളതിന് പകരം 28 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ശരി, ഒരു 15 ചോദ്യങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. ഹോംവർക്കിൻ്റെ ആൻസർ ആർക്കാണ് ടി കൊടുക്കേണ്ടത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകും, പക്ഷെ നിങ്ങളത് കേൾക്കണമെന്നില്ല. ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേട്ടാലും മതി, ശരിയാണെന്ന് നോക്കിയാലും മതി. ഓക്കെ, ഇനി ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലോ ഈ വൈകിയ സമയത്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ടി ആർക്ക് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. സ്വന്തമായിട്ട് ആലോചിക്കലാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നോക്കൂ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എസ് സ്ക്വയറിന് ടി കൊടുത്താൽ 2x dx dt ആവും. ഇവിടെ 1 + x സ്ക്വയറിന് ടി കൊടുത്താൽ 2x dx dt ആവും. ഇവിടെ റൂട്ട് എക്സിന് ടി കൊടുത്താൽ 1/2 റൂട്ട് എക്സ് dx dt ആവും. അതിൽ നിന്ന് 1/√x dx കിട്ടും. അപ്പോൾ റൂട്ട് എക്സിനാണ് ടി കൊടുക്കേണ്ടത്. ഇവിടെ ടാൻ വേഴ്സസിന് ടി കൊടുക്കുക 1/1 + x സ്ക്വയർ dx dt ആവും. ഇവിടെ 1 + log x ന് ടി കൊടുക്കുക 1/x dx dt ആവും. ഇവിടെ ടാൻ വേഴ്സ് x⁴ ന് ടി കൊടുക്കുക. ടാൻ വേഴ്സ് x⁴ ഡെറിവേറ്റീവ് എന്താ? 1/1 + x�8 പിന്നെ 4s³ ഉണ്ടാവും. അപ്പോൾ s³ 1 + x�8 dx ഒക്കെ dt യിലേക്ക് മാറും. ഓക്കെ, ഇവിടെ സൈൻ വേഴ്സ് എക്സിന് ടി കൊടുക്കുക, ഇവിടെ ലോഗ് എക്സിന് ടി കൊടുക്കുക, ഇവിടെ 2 + 3s³ ടി കൊടുക്കുക. ഇതൊക്കെ ഞാൻ പറയാതെ സ്വന്തമായിട്ട് കിട്ടുക വേണ്ടത്. ഓക്കെ, സംശയമുള്ളവർക്ക് വേണ്ടി പറയുന്നു മാത്രം. ഇവിടെ ടാൻ റൂട്ട് എക്സിന് ടി കൊടുക്കുക,
കൂടുതലൊക്കെ ഡി ടി ആയിട്ട് മാറും. ടാൻ റൂട്ട് എക്സിന് ടി കൊടുക്കുക. ഇവിടെ സൈൻ എക്സ് പ്ലസ് ബിക്ക് ടി കൊടുക്കുക. സൈൻ എക്സ് പ്ലസ് ബി അതിന് മൊത്തത്തിൽ ടി കൊടുക്കുക. അപ്പോൾ കോസ് എക്സ് പ്ലസ് ബി ഇൻറ്റു എ ഡി എക്സ് ഡി ടി ആയിട്ട് മാറും. അത് വെച്ച് ബാക്കി ചെയ്യാൻ പറ്റും. ഇവിടെ സൈൻ 2x ടി കൊടുക്കുക. ഇവിടെ 1 പ്ലസ് കോസ് എക്സിന് ടി കൊടുക്കുക. ഇവിടെ എക്സ് പ്ലസ് ലോഗ് എക്സിന് ടി കൊടുക്കുക. എക്സ് പ്ലസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 1 ബൈ എക്സ് ആണ്. അതാണ് ഇവിടെ എക്സ് ബൈ എക്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 പ്ലസ് 1 ബൈ എക്സ്. ഓക്കെ, ഈ കോസ് സ്ക്വയർ എക്സിന് മുകളിലേക്ക് എഴുതുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ആവും. അപ്പോൾ 1 മൈനസ് ടി എക്സിന് ടി കൊടുക്കുക. അപ്പോൾ 1 മൈനസ് ടി എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് വരും. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി ആവും. ഓക്കെ, 1 മൈനസ് ടാൻ എക്സിന് ടി കൊടുത്താൽ മതി. കോസ് സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആക്കി മുകളിലേക്ക് എഴുതാം. ഓക്കെ, ഇത്ര പെട്ടെന്ന് പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ ഇത് വളരെ ഈസിയാണ്. ആർക്ക് ടി കൊടുക്കണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ആകെ അതേ ഓർക്കാനുള്ളൂ. ആർക്കാണ് ടി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഓർക്കുക? ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വേണം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. പുതിയ ചില ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.